ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് സെപ്റ്റംബർ 4 വെനസ്ഡേ 2024 ഇന്നത്തെ മലയാള മനോരമയിൽ വന്ന ഒരു ന്യൂസാണ് ഞാൻ വായിക്കാൻ പോകുന്നത്. കെട്ടിടങ്ങൾക്ക് മുന്നിൽ ഷീറ്റിടൽ പ്രത്യേക സമിതിയായി കണക്കാക്കാനാവില്ല. ഭവന ആനുകൂല്യം ലഭിച്ച എല്ലാവർക്കും വീട് വിൽക്കാനുള്ള സമയപരിധി 7 വർഷമായി കുറച്ചുവെന്നും മന്ത്രി. അപ്പോൾ നമ്മൾ വായിക്കുകയാണ്. വെയിൽ നിന്നും മഴയിൽ നിന്നും സംരക്ഷണം നൽകുന്നതിനായി കെട്ടിടങ്ങൾക്ക് മുൻപിൽ താൽക്കാലിക ഷീറ്റ് ഇടുന്നത് പ്രത്യേക നിർമ്മിതിയായി കണക്കാക്കില്ലെന്ന് മന്ത്രി MP രാജേഷ് പറഞ്ഞു. കാസർഗോഡ് ജില്ലാ തദ്ദേശ അദാലത്തിന് നേതൃത്വം നൽകുകയായിരുന്നു ഇദ്ദേഹം. ഇതിൽ ഇളവ് നൽകി ചട്ടഭേദഗതി വരുത്തും. സ്ഥാപിക്കുന്ന ഷീറ്റ് റോഡിലേക്ക് കയറി നിൽക്കുന്നത് പോലെയുള്ള നിയമലംഘനങ്ങൾ ഉണ്ടാകുന്നില്ലെന്ന് ഉറപ്പുവരുത്തിയാകും ഈ ഇളവ് നൽകുന്നത്. പീലിക്കോട് പഞ്ചായത്തിലെ ചൂരിക്കോവിലിലെ BP ജ്യോതിയുടെ പരാതി പരിഗണിച്ചാണ് മന്ത്രി ചട്ടഭേദഗതിക്ക് നിർദ്ദേശിച്ചത്. സംസ്ഥാനത്തെങ്ങും ഈ തീരുമാനം ബാധകമാകും. ജ്യോതിയുടെ ഉടമസ്ഥതയിലുള്ള വാണിജ്യ കെട്ടിടത്തിൻ്റെ മുൻവശത്ത് ഓപ്പൺ സ്പേസിൽ ഷീറ്റ് നിർമ്മിച്ചത് അനധികൃതമാണെന്ന് കാണിച്ച് പൊളിച്ചു മാറ്റാൻ പഞ്ചായത്ത് നടപടി സ്വീകരിച്ചു വരികയായിരുന്നു. തുടർന്നാണ് തദ്ദേശ അദാലത്തിൽ പരാതി നൽകിയത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വസ്തുനികുതിക്കും വാടകയ്ക്കും കുടിശ്ശിക കൂട്ടുപലിശ നിരക്കിൽ ഈടാക്കുന്നത് അവസാനിപ്പിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. ഇനി എല്ലായിടത്തും ക്രമപലിശ മാത്രമാകും ഈടാക്കുക. കെട്ടിടത്തെ സംബന്ധിച്ച് പാലിക്കേണ്ട നിബന്ധനകൾ എല്ലാം പാലിച്ചിട്ടുണ്ടെങ്കിൽ പ്ലോട്ട് ഏരിയയിൽ കുറവോ കൂടുതലോ വന്നു എന്ന കാരണത്താൽ പെർമിറ്റ് റദ്ദാക്കുന്ന ചട്ടത്തിൽ ഇളവ് നൽകും. ഭവന ആനുകൂല്യം ലഭിച്ച എല്ലാവർക്കും വീട് വിൽക്കാനുള്ള സമയപരിധി 7 വർഷമായി കുറച്ചു. ആനുകൂല്യം ലഭിച്ച വീടുകൾ 10 വർഷം കഴിഞ്ഞ് മാത്രമേ കൈമാറാൻ അനുവാദമുണ്ടാകുന്നുള്ളൂ. 2024 ജൂലൈ 1 ശേഷം ആനുകൂല്യം ലഭിക്കുന്നവർക്ക് ഇത് 7 വർഷമാക്കി ചുരുക്കാൻ ജൂലൈ 1 ഉത്തരവായിരുന്നു. ജൂലൈ 1 മുൻപുള്ളവർക്ക് 10 വർഷമായി നിബന്ധന തുടരുകയായിരുന്നു. 7 വർഷം എന്ന ഇളവ് ഭവന നിർമ്മാണ ആനുകൂല്യം ലഭിച്ച എല്ലാവർക്കും ബാധകമാകും. അപേക്ഷ നൽകിയാൽ രജിസ്ട്രാർക്ക് മുൻപിൽ ഓൺലൈനായി ഹാജരായി വിവാഹം രജിസ്റ്റർ ചെയ്യാം, മന്ത്രി പറഞ്ഞു. അപ്പോൾ ഇതാണ് ഇന്നത്തെ പേപ്പറിലുള്ള മെയിനായിട്ടുള്ള ഒരു വാർത്ത വരുന്നത്. ഇനി